മൊബൈൽ ഫോണിനും സോഷ്യൽ മീഡിയയ്ക്കും അടിമകളാകുന്ന പുതുതലമുറയെ തിരികെ വായനയുടെ ലോകത്തേക്ക് എത്തിക്കാൻ ഒരുങ്ങുകയാണ് ഉത്തർപ്രദേശ് സർക്കാർ. വെറുമൊരു ഉപദേശം മാത്രമല്ല, സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകൾക്കും കൃത്യമായ മുന്നറിയിപ്പും നിർദ്ദേശവും നൽകിക്കഴിഞ്ഞു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഇനി മുതൽ യുപിയിലെ എല്ലാ സ്കൂളുകളിലും പത്രം വായന നിർബന്ധം. വിദ്യാർത്ഥികൾക്കിടയിൽ വായനാ സംസ്കാരം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ അതിനിർണായകമായ ഒരു ഉത്തരവാണ് യോഗി സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഡിസംബർ 23-ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി പാർത്ഥ് സാരഥി സെൻ ശർമ്മ പുറപ്പെടുവിച്ച ഈ ഉത്തരവ് പ്രകാരം സംസ്ഥാനത്തെ എല്ലാ സെക്കൻഡറി പ്രൈമറി സ്കൂൾ ലൈബ്രറികളിലും ഹിന്ദി ഇംഗ്ലീഷ് പത്രങ്ങൾ ലഭ്യമാണെന്ന് ഉറപ്പാക്കണം. ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. ദിവസവും രാവിലെ നടക്കുന്ന സ്കൂൾ അസംബ്ലിയിൽ കുറഞ്ഞത് 10 മിനിറ്റ് പത്രവായനയ്ക്കായി മാത്രം നീക്കിവെക്കണം. ദേശീയ അന്തർദേശീയ വാർത്തകളും കായിക വാർത്തകളും എഡിറ്റോറിയലുകളും വിദ്യാർത്ഥികൾ മാറി മാറി വായിക്കാം. കുട്ടികളുടെ പദാവലി, അതായത് വൊക്കാബുലറി വർദ്ധിപ്പിക്കുന്നതിനായി ഇന്നത്തെ വാക്ക് വേർഡ് ഓഫ് ദ ഡേ എന്നൊരു പരിപാടിയും ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കും. പത്രങ്ങളിൽ നിന്നുള്ള 5 കഠിനമായ വാക്കുകൾ കണ്ടെത്തി അവയുടെ അർത്ഥം സഹിതം നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കണം. വായനയിലൂടെ കുട്ടികളുടെ പൊതുവിജ്ഞാനം, ചിന്താശേഷി, ഏകാഗ്രത എന്നിവ വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. കൂടാതെ ഭാവിയിൽ അവർ നേരിടാൻ പോകുന്ന മത്സര പരീക്ഷകൾക്ക് മികച്ച രീതിയിൽ സജ്ജരാക്കാനും ഡിജിറ്റൽ യുഗത്തിലെ വ്യാജ വാർത്തകളെ തിരിച്ചറിയാൻ അവരെ പ്രാപ്തരാക്കാനും ഈ നീക്കം സഹായിക്കും. സ്ക്രീൻ ടൈം കുറച്ച് പുസ്തകങ്ങളിലേക്കും അറിവിലേക്കും കുട്ടികളെ തിരികെ കൊണ്ടുവരിക എന്ന ഒരു വിശാലമായ ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. ഇതാദ്യമായിട്ടല്ല UP സർക്കാരിന്റെ ഈ ഒരു നീക്കം ഉണ്ടാകുന്നത്. നേരത്തെ നവംബർ മാസത്തിലും സമാനമായ ഒരു വായനാ ക്യാമ്പയിൻ സർക്കാർ ആരംഭിച്ചിരുന്നു. സ്കൂൾ ചടങ്ങുകളിൽ പൂച്ചെണ്ടുകൾക്ക് പകരം പുസ്തകങ്ങൾ സമ്മാനമായി നൽകുന്ന ഒരു പദ്ധതി, പൂച്ചെണ്ടുകൾ വേണ്ട പുസ്തകം മാത്രം എന്നൊരു പേരിട്ടിരിക്കുന്ന ഒരു പദ്ധതി, എന്നൊരു ക്യാമ്പയിൻ ഇതിനോടകം തന്നെ വലിയ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ആഴ്ചയിൽ ഒരു പാഠ്യേതര പുസ്തകമെങ്കിലും വായിക്കുന്ന കുട്ടികൾക്ക് അഭിനന്ദന സർട്ടിഫിക്കറ്റുകൾ നൽകാനും ജില്ലാ ലൈബ്രറികളിൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ഉറപ്പാക്കാനും സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട്. 9 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിൽ ഗ്രൂപ്പ് ചർച്ചകളും എഡിറ്റോറിയൽ രചനകളും പ്രോത്സാഹിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഡിവിഷണൽ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർക്കും ജില്ലാ ഇൻസ്പെക്ടർമാർക്കും ഈ ഉത്തരവുകൾ കർശനമായി നടപ്പിലാക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അച്ചടക്കമുള്ള അറിവുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ യോഗി ആദിത്യനാഥ് സർക്കാർ കാണിക്കുന്ന ഈ നിശ്ചയദാർഢ്യം വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് തന്നെയാണ് അവിടെ വഴി തുറക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ UPയിലെ ക്ലാസ് മുറികളിൽ പത്രത്താളുകളുടെ മർമ്മരം മുഴങ്ങുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.